നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസ് മീറ്റിംഗ് സ്വാഗതം അർപ്പിക്കുവാനായിട്ട് ഇടവക കൗൺസിൽ സെക്രട്ടറി ശ്രീ സഖറിയാസ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇടവക വികാരി റവറൻഡ് ഫാദർ എഡിസൺ അച്ഛ, സഹവികാരി റവറൻഡ് ഫാദർ രാജേന്ദ്രൻ, ഞങ്ങളുടെ വോളണ്ടിയേഴ്സിൻ്റെ ജനറൽ ക്യാപ്റ്റൻ സോളമൻ വെട്ടുകാട്, മറ്റ് കൗൺസിൽ പാരിഷ് കൗൺസിൽ അംഗങ്ങളെ, വിവിധ മീഡിയ ടീം അംഗങ്ങളെ, 2025 വെട്ടുകാട് ക്രിസ്തുരാജത്വ തിരുനാൾ നാം അറിയുന്നത് പോലെ ഈ മാസം 14-ാം തീയതി ആരംഭിച്ച് 23-ാം തീയതി സമാപിക്കുകയാണ്. തിരുനാളിൻ്റെ വിവിധ കാര്യങ്ങൾ, മറ്റ് വിശദീകരണങ്ങൾ നമ്മുടെ വികാരി അച്ഛനും ഞങ്ങളുടെ ജനറൽ ക്യാപ്റ്റൻ വെട്ടുകാട് സോളമനും അത് വിശദീകരിക്കും. ഇവിടെ ഈ പ്രസ് മീറ്റിലേക്ക് വന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ആദരണീയരായ മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, എഫക്ട് ന്യൂസ്, മനോരമ ന്യൂസ്, മറ്റ് ചാനലുകളെ എല്ലാവരെയും ഈ വെട്ടുകാട് ഇടവകയുടെ പേരിൽ ഈ പ്രസ് മീറ്റിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾ വളരെ നിർണായകമായ പങ്കാണ് എപ്പോഴും സമകാലീന ലോകത്തിന് വഹിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വെട്ടുകാട് ഈ പള്ളിയുടെ തിരുനാളിൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പങ്കുണ്ട്, യാതൊരു സംശയമില്ല. നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ ക്യാമറ ഒക്കെ ഈ തിരുനാൾ ആർത്തുന്നതിലും ഒപ്പിയെടുക്കുന്നതിലും വളരെ കാര്യപ്രസക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ സുദീർഘമായ സേവനമാണ് പ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വെട്ടുകാട് പള്ളിയോട് നിസ്സീമമായിട്ട് സഹകരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും, പത്രമാധ്യമങ്ങൾക്കും, അതുപോലെ തന്നെ TV ചാനലുകൾക്കും, മറ്റു ഓൺലൈൻ മാധ്യമങ്ങൾക്കും ആത്മാർത്ഥമായ നന്ദി ആദ്യമേ തന്നെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ആദ്യമായിട്ട് തിരുനാളിൻ്റെ തീയതി എന്ന് പറയുന്നത് നമുക്കറിയാം, നോട്ടീസ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. 14-ാം തീയതി മുതൽ 23 വരെയാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ തിരുനാളിൻ്റെ കൊടിയേറ്റാണ്. 14-ാം തീയതിയാണ് കൊടിയേറ്റ്. നമുക്ക് ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് മേഖലയിൽ ഉച്ച കഴിഞ്ഞ് അവധി പ്രഖ്യാപിക്കുന്ന പതിവുണ്ട് കൊടിയേറ്റിന് വേണ്ടിയിട്ട്. ഒത്തിരിയേറെ ആളുകളാണ് കൊടിയേറ്റിന് വേണ്ടിയിട്ട് തിരുനാളിന് കൊടിയേറ്റിനായിട്ട് വന്നണയുന്നത്. തിരുനാളിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഭാഗം തന്നെയാണ് കൊടിയേറ്റ്. കൊടിയേറ്റ് 1983 മുതലാണ് ആഘോഷമായിട്ടുള്ള കൊടിയേറ്റ് ഇങ്ങനെ ആരംഭിച്ചത്. 1982 ക്രിസ്തുരാജന്റെ പാദപൂജ നമ്മൾ ആരംഭിച്ചു. ക്രിസ്തുരാജന്റെ സന്നിധിയിൽ, ക്രിസ്തുരാജ തിരുസ്വരൂപം കണ്ടുകാണ്. അവിടെയാണ് നമ്മൾ പാദപൂജ അർപ്പിക്കുക. പാദപൂജയിൽ ക്രിസ്തുരാജന്റെ പാദത്തിൽ നിന്നുകൊണ്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ടാണ് പാദപൂജ എന്ന കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് നമ്മൾ ആഘോഷമായ കൊടിക്കളം രൂപപ്പെടുത്തുകയും അതിനുള്ളിൽ നിന്നുകൊണ്ട് കൊടി ഉയർത്തുകയും ചെയ്യുന്ന നമ്മൾ ആരംഭിച്ചത്. ഇപ്പോഴും നമ്മൾ കൊടിയേറ്റ് പള്ളിയുടെ മുൻവശത്ത് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു സ്റ്റേജ്, അത് തൊട്ടടുത്ത് കൊടിമരവുമുണ്ട്. ഏകദേശം 1 മണിക്കൂറിലധികം നീളുന്ന പ്രോഗ്രാംസാണ് കൊടിയേറ്റ് വേദിയിൽ സജ്ജീകരിച്ചിരിക്കുക. വിവിധ ഗാനങ്ങൾ, നൃത്തങ്ങൾ, അതോടൊപ്പം LED സ്ക്രീനിൽ ദൈവിക സന്ദേശങ്ങൾ നൽകുന്ന ഡോക്യുമെന്ററിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊടിയേറ്റിന്റെ പ്രോഗ്രാം നമ്മൾ നടത്തുക. അതേ ദിവസത്തെ പൊന്തിഫിക്കൽ ദീപലിക്ക് നമ്മുടെ തിരുവനന്തപുരം സഹായമെത്താൻ ക്രിസ്തുദാസ് പിതാവാണ് മുഖ്യ കാർമ്മികനായിട്ട് എത്തുക. 4:30-ക്കാണ് ദീപബലി. ബാക്കിയുള്ള ഓരോ ദിവസത്തെയും ക്രമീകരണങ്ങൾ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ പത്രമാധ്യമങ്ങളും ഇന്ന് എന്നുള്ള കോളത്തിൽ ഇത് ഉൾപ്പെടുത്തി കാണാറുണ്ട്. അതുപോലെ ഈ വർഷവും നിങ്ങൾ സഹകരണം ഒരു ആളുകൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നില്ല. ഇന്നെന്നുള്ള കോളത്തിൽ ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ആ ഒരു തിരുക്കർമ്മം കുർബാന എന്ന് ഉൾപ്പെടുത്തിയാൽ വലിയ സഹായമായിരിക്കുമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. മറ്റൊരു കാര്യം, നമുക്കുള്ള ശനിയാഴ്ച നവംബർ മാസം 22-ാം തീയതി ശനിയാഴ്ച
ക്രിസ്തുരാജ്യത്തിന്റെ തിരുസ്വരൂപമായിട്ടുള്ള ഭക്തി നിർഭരമായുള്ള പ്രദക്ഷിണമാണ്. അത് ഒത്തിരിയേറെ ആളുകൾ വലിയ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുന്ന പ്രദക്ഷിണമാണ്. ക്രിസ്തുവിനോടൊപ്പം നടക്കുക പ്രദക്ഷിണം എന്നുള്ളത്, യേശുവിനോടൊപ്പം സഞ്ചരിക്കുക എന്നതാണ് ഈ പ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുക. ആദ്യമായിട്ട് നമ്മൾ കണ്ണാന്തറ ഭാഗത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കൊച്ചുവേലി എന്നുള്ള ഈ 2 ദിശകളിലേക്കാണ് പ്രദക്ഷിണം യാത്ര ചെയ്യുക. അതിനെ തുടർന്ന് സമാപനത്തിൽ ക്രിസ്തുരാജ പാദത്തിൽ നമ്മൾ സമാപന ശുശ്രൂഷയോടുകൂടെ പ്രദക്ഷിണം അവസാനിക്കുന്നതാണ്. 23-ാം തീയതിയാണ് ക്രിസ്തുരാജ തിരുനാൾ സാർവത്രികമായിട്ട് ആഘോഷിക്കപ്പെടുക. 23-ാം തീയതിയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ജനങ്ങൾ ഒത്തിരിയേറെ പേര് ഒരുമിച്ച് വരാതിരിക്കാനായിട്ട് പല കുർബാനകൾ നമ്മളിവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ദിവസം തന്നെ ഏകദേശം 9ഓളം കുർബാനകൾ നമ്മൾ ഞായറാഴ്ച തന്നെ പ്രത്യേകമായിട്ട് വിവിധ ഭാഷകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തമിഴ്, ഹിന്ദി, ജർമ്മൻ, ഇംഗ്ലീഷ്, ലാറ്റിൻ ഇങ്ങനെയുള്ള വിവിധ ഭാഷകളിൽ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്നത്തെ മുഖ്യ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് സ്നേഹവിരുന്നാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 40,000-ഓളം ആളുകൾ സ്നേഹവിരുന്നിന് വേണ്ടിയായിട്ട് എത്തിയിട്ടുണ്ടായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് സ്നേഹവിരുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്നേഹവിരുന്ന് സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ പള്ളി കമ്മിറ്റി ഉത്സവ ടീം അംഗങ്ങളുടെ 50,000 പേർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. നേർച്ച ഭക്ഷണമാണ്. അപ്പോൾ ആളുകൾ എല്ലാവരും വളരെ ഭക്തിയോടുകൂടെ അത് ക്രമീകരിക്കുന്ന ഭക്ഷണത്തിൽ പങ്കുചേരുവാനായിട്ട് എത്താറുണ്ട്. 11:30 ആരംഭിക്കുന്ന ശേഷം 4-4:30 സമയത്തോളം നമ്മൾ ആളുകൾ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാറുണ്ട്. 5:30 തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിയാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തോമസ് ജേനറ്റോ പിതാവാണ് മുഖ്യബലിക്ക് പ്രധാനമായിട്ട് കാർമ്മികനായിട്ട് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രോപൊലീത്തയാണ് ഡോക്ടർ തോമസ് ജേനറ്റോ പിതാവ്. തുടർന്ന് ഈ 10 ദിവസങ്ങൾക്ക് തിരുനാളിന്റെ സമാപ്തി എന്ന് പറയുന്നത് 28-ാം തീയതി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ കൊടി ഇറക്ക് നടത്തുന്നത്. ഈ രീതിയിലാണ് തിരുനാൾ. അതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടീസിന്റെ ഏറ്റവും അവസാനത്തെ കവർ പേജിൽ ഇൻസൈഡ് നോക്കുമ്പോൾ വെട്ടുകാടുള്ള ഇടവകങ്ങളും മലയാളി കാത്തലിക് കമ്മ്യൂണിറ്റി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ ചേക്കേറുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയുള്ള ഇടവകയിലെ അംഗങ്ങളും അതോടൊപ്പം മലയാളി കത്തോലിക്ക സമൂഹവും ക്രിസ്ത്യാനി തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ, ഖത്തർ, കുവൈറ്റ്, ഇറ്റലി, UK, USA, UAE, കാനഡ എന്നീ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അവർ ക്രിസ്ത്യാനി തിരുനാൾ ആഘോഷിക്കുന്നു. അതിന്റെ സമയക്രമം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ട് തിരുനാൾ സംബന്ധമായിട്ട് ഇതാണ് നമ്മൾ നോട്ടീസ് പശ്ചാത്തലത്തിൽ പറയുന്നത്. ഇടവകയുടെ ആരംഭത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1300-കളിലാണ് ഇവിടെ വിശ്വാസ സമൂഹം രൂപപ്പെടുക. 1544 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ സന്ദർശനവും തുടർന്ന് നമ്മൾ 1890 സ്ഥിരമായിട്ട് ഒരു വികാരി ഇടവകയിൽ നമുക്ക് സ്ഥാപിക്കപ്പെടുകയാണ്. ആദ്യ നാളിൽ കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു. 1955-ലാണ് തിരുവനന്തപുരം രൂപതയുടെ ഭാഗമായിട്ട് വെട്ടുകാട് ഈ പ്രദേശം മാറുക. ഈ ദേവാലയത്തിന് മുൻപ് നമുക്കറിയാവുന്നതുപോലെ മുൻപ് ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയം 1937-ലാണ് 2 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കപ്പെട്ടത്. ഫാദർ കുടീനുമായിരുന്നു നവീകരിച്ച 2ാം ഘട്ടത്തിലെ ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിന് വികാരിയായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നമ്മളിന്ന് കാണുന്ന 3ാം ഘട്ട നവീകരണത്തിലൂടെ ദേവാലയം പൂർണ്ണമായിട്ട് നവീകരിച്ചുകൊണ്ട് നമ്മൾ 2018 ദേവാലയം ആശീർവദിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം 2024 ദേവാലയത്തിൽ ക്രിസ്തുസ് റെക്സ് ചാപ്പൽ എന്നുള്ള ഒരു ക്രിപ്റ്റ് ഏരിയ നിലവാര ഭാഗത്ത് ഒരു ചാപ്പൽ സംവിധാനം മ്യൂസിയം രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1 വർഷം ഇപ്പോൾ ആകുകയാണ്. 1 വർഷം കഴിയുന്നത് ഒത്തിരിയേറെ ആളുകളാണ് തീർത്ഥാടകരായിട്ട് ഇവിടെ കടന്നെത്തുക, ക്രിസ്ത്യാനി സന്നിധിയിലേക്ക് എത്തുക. ഈ വർഷത്തെ തിരുനാളിന്റെ വിഷയം എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ നൽകിയിരിക്കുന്ന അപ്പോസ്തലിക പ്രബോധനം. അതാണ് നമ്മൾ കാണുന്ന ഈ പറഞ്ഞതുപോലെയുള്ള ഈ നോട്ടീസിന്റെ ആദ്യത്തെ കവർ ഇൻസൈഡ് നമ്മൾ കാണുന്നത് ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, ഡിലെക്സീത്തെ എന്നുള്ളതാണ് അപ്പോസ്തലിക പ്രബോധനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഐ ഹാവ് ലവ്ഡ് യു എന്നുള്ളതാണ് ആ ശീർഷകം. ഇപ്പോഴത്തെ പാപ്പ എഴുതിയ ആദ്യത്തെ അപ്പോസ്തലിക ലേഖനമാണ്, ഫസ്റ്റ് ലെറ്ററാണ്. അപ്പോൾ അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള വിഷയങ്ങളാണ് തിരുനാളിലുടനീളം 10 ദിവസവും എടുത്തിരിക്കുന്നത്.
അതിനോടനുബന്ധമായിട്ടുള്ള വചന വിചിന്തനങ്ങളായിരിക്കും ഇവിടെ വരുന്ന പുരോഹിതന്മാര് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക. ലെക്സിൻ ഡേ എന്നുള്ളത് പാവപ്പെട്ടവരുള്ള സഭയുടെ കരുതലും സ്നേഹവുമാണ് പ്രധാനമായിട്ട് അതിലൂടെ വ്യക്തമാക്കുക. പാവപ്പെട്ടവര് ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ക്രിസ്ത്യാനി തിരുനാളിനോടനുബന്ധിച്ചും നമ്മുടെ ഇവിടെയും പാവപ്പെട്ടവരുള്ള ആ സ്നേഹവും കരുണയും പ്രതിഫലിപ്പിക്കുന്ന പദ്ധതികൾ ഈ ഇടവകയും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ തിരുനാൾ ഭവന പദ്ധതി, ഒരു വർഷം 5 വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നമ്മൾ തുടർന്നു കൊണ്ടുവരികയാണ്. തിരുനാളിനോടനുബന്ധിച്ചാണ് 5 ഭവനങ്ങൾ, 10 ലക്ഷം രൂപയുടെ 5 ഭവനങ്ങൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇതുകൂടാതെ ചികിത്സാ സഹായം, അതുപോലെ വിവാഹ സഹായം എന്നുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് പാവപ്പെട്ടവരോടുള്ള കരുതലും സ്നേഹവും ഇവിടെയുള്ള സാമ്പത്തിക നില അനുസരിച്ച് നമ്മൾ ഇടവകയുടെ ഭാഗത്ത് ഉദാരമായിട്ട് അത്തരം സഹായങ്ങളും ചെയ്യുന്നതിലും ഇടവക കൗൺസിലും മറ്റ് സാമ്പത്തിക സമിതി അംഗങ്ങളും വളരെ ശ്രദ്ധാലുക്കളാണ്. ഇപ്രകാരം ഈ ഒരു വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് തിരുനാളും നമ്മൾ നടത്തുവാനായിട്ട് പോകുന്നത്. ആണ് പ്രധാനമായിട്ടും തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലുള്ളതെന്ന് നമ്മുടെ ട്രാഫിക് ക്രമീകരണങ്ങളും മറ്റ് കാര്യങ്ങളെയും കുറിച്ച് നമ്മുടെ തിരുനാൾ കമ്മിറ്റിയുടെ ജനറൽ ക്യാപ്റ്റൻ ശ്രീ സോളമൻ എന്നോട് സംസാരിക്കും. നമ്മുടെ ഇടവക വികാരി 2025 ക്രിസ്തുരാജ്യത്വ തിരുനാളിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പ്രതിപാദിക്കുകയുണ്ടായി. ആമുഖത്തിൽ സെക്രട്ടറി പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഏതൊരു വിധമായ അസൗകര്യമല്ലാത്ത രീതിയിൽ സൗകര്യപ്രദമായി 9 കേന്ദ്രങ്ങളിൽ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെയും ട്രാഫിക് വിഭാഗവും അതിലുപരിയായി വല്ലിതുറ ACPയും CI ഉൾപ്പെടെയുള്ള നിരവധി മീറ്റിംഗ് യോഗങ്ങളിൽ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായി വരുവാനും തിരിച്ചു പോകുവാനും ആവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വളരെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സമൂഹത്തിൽ വന്നിരിക്കുന്ന പുത്തൻ രീതികൾ, നമ്മുടെ യുവാക്കളിൽ ബാധിക്കുന്ന വിഷയങ്ങൾ, അതെങ്ങനെ ഫലപ്രദമായി പരിഹരിക്കാനും പരിഹാരം കണ്ടെത്തുവാനുള്ള ചർച്ചകൾ വളരെ മുൻകൂട്ടി തന്നെ പാരിഷ് കൗൺസിലും പോലീസ് വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏതൊരുവിധമായ അസൗകര്യമല്ലാത്ത രീതിയിൽ അവർക്കെല്ലാം വരുവാനും തൊഴുതാനും പോകാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെല്ലാവിധമായ ഏർപ്പാടുകളും പാരിഷ് കൗൺസിലും ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്ത്രിതല യോഗങ്ങൾ കഴിഞ്ഞിരുന്നു, അവലോകന യോഗം കഴിഞ്ഞു. നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതികളും ഫലപ്രദമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ചട്ടവട്ടങ്ങൾക്ക് അനുസരണമായ രീതിയിലാണ് തിരുനാൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ എക്കാലത്തും ക്രിസ്തുരാജ തിരുനാൾ പൊതുജനങ്ങളെയും സമൂഹത്തെ അറിയിക്കുന്നതിൽ നിർബലമായ പങ്ക് വഹിക്കുന്ന അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ ഇവിടെ പങ്കുകൾ ഞങ്ങൾ നന്ദിയോട് സ്മരിക്കുന്നു. ഈ വർഷവും മുൻകാലങ്ങളെ പോലെ ഇല്ലെങ്കിൽ അതിനുപരിയായി ഞങ്ങളെ എല്ലാ രീതിയിലും പൊതുജനങ്ങളിൽ ക്രിസ്തുരാജ്യത്വ തിരുനാൾ എത്തിക്കുവാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാലും ഒരു അഭ്യർത്ഥന രീതിയിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളൊപ്പം എക്കാലത്തും സഹകരണവും സഹായവും ഉണ്ടാകുന്ന പോലെ ഈ തിരുനാളിന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.